അസ്സലാമു അലൈക്കും. വേദിയിലെ വിശിഷ്ടാതിഥികൾ, സദസ്സിലുള്ള ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വളരെ കുറഞ്ഞ സമയമാണ് മഗ്‌രിബ് നമസ്കാരത്തിന് മുമ്പിൽ നമ്മുടെ മുമ്പിലുള്ളത് എന്നതുകൊണ്ട് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന വർഗീയതക്കെതിരെ മതേതര മുന്നേറ്റം എന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും ആദ്യം നേരാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രം ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ മുഖത്തേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ ജനാധിപത്യ മതേതര പൈതൃകങ്ങളെ തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ വിവിധങ്ങളായ വഴികളിൽ ചേർന്ന് നിൽക്കാൻ ഞങ്ങളും ഞങ്ങളാൽ കഴിയുന്ന സംഭാവനകളുമായി ഉണ്ട് എന്ന വിളംബരമാണ് ഈ സദസ്സ് ഇവിടെ വിളിച്ചു പറയുന്നത്. ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പറയുന്നിടത്ത് ചില വസ്തുതകൾ നമ്മൾ ഏറ്റവും അവസാനം, ഞാനിവിടെ 1-2 സംസാരങ്ങൾ കഴിഞ്ഞു, ആ സംസാരങ്ങളിൽ വന്നുപോയ കാര്യങ്ങളിൽ ആവർത്തിക്കുന്നത് സദസ്സിനും വിരസത അനുഭവപ്പെടും എന്നുള്ളത് കൊണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ, ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ, ഈ യാഥാർത്ഥ്യങ്ങൾ നേരത്തെ ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ ബഹുഭൂരിപക്ഷം വർഗീയമായതുകൊണ്ടല്ല, മതേതരചേരിയുടെ ശൈഥില്യമാണ് ഇവിടേക്ക് കയറി വരുന്നതിന് അവസരമൊരുക്കിയത് എന്ന് പറയുന്നിടത്ത് ചേർന്ന് നിൽക്കാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം തൊട്ടു മുമ്പ് കൽക്കട്ടയിൽ ഒരു റാലി നടന്നു. കൽക്കട്ടയിലെ റാലിയിൽ അവിടെ അണിചേർന്ന എല്ലാവരും അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. പരസ്പരം എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകൾ, പക്ഷേ അവിടെ അവർ ഉയർത്തിപ്പിടിച്ച ഒരു സന്ദേശമുണ്ട്: ഫാഷിസത്തിനെതിരായി, വർഗീയതക്കെതിരായി ഞങ്ങൾക്ക് ഒരു നിലപാടുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ വേറിട്ട് നിന്നത് 10-35 വർഷക്കാലം ആ സംസ്ഥാനം ഭരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുമായിരുന്നു എന്ന വസ്തുത നമുക്ക് നിരാകരിക്കാനൊക്കില്ല. സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങളെ മാത്രം ഇവിടെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭാവിക്ക് ഭൂഷണമാവുകയില്ല. ഇവിടെ എന്റെ മാന്യ സ്നേഹിതൻ നിജേഷ് പറഞ്ഞു നിർത്തിയ ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്ത് ഗാന്ധിയുടെ വധത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. ആ ഗാന്ധി വധത്തോടുകൂടി ഇന്ത്യ അറപ്പോടെ വെറുപ്പോടെ മാറ്റി നിർത്തിയ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ആളുകൾ ഇന്ത്യൻ അധികാര സിംഹാസനത്തിന്റെ ഇടനാഴിയിൽ പരസ്പരം കൈകോർത്ത് നിന്നത് 977 ആ കൈകോർക്കലിന് അന്ധമായ മറ്റു ചിന്തകളില്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക സംവിധാനത്തെ അന്ധമായി എതിർത്ത് തോൽപ്പിക്കാൻ ആരുമായും കൂട്ടുകൂടാം എന്ന് പറയുന്ന അർത്ഥശൂന്യമായ രാഷ്ട്രീയ നിലപാടുകൾ അവർക്ക് ആദ്യമായി ഗാന്ധി വധത്തിൽ ഉത്തരവാദികളായ ആളുകൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ആധികാരികതമായ ഇടനാഴികളിൽ പവിത്രതയും മാന്യതയും നേടിക്കൊടുക്കുന്നതിനു വേണ്ടി വിക്രിയമായ മാർഗങ്ങളിലൂടെ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഇന്നലകളിലെ ചരിത്ര വർത്തമാനങ്ങൾ മാത്രമാണ്. വീണ്ടും 989 അത്തരം പരീക്ഷണങ്ങൾ ഉണ്ടായി. 989 അത്തരം പരീക്ഷണങ്ങൾ ഉണ്ടായി. എന്റെ പാർട്ടി ഒരു കാര്യത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തെ ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ആരുമായും കൂട്ടുകൂടി ഇവരെ തകർക്കണമെന്ന് പറഞ്ഞവർ അവരിൽ ഒരു കഷ്ണം മാറി വന്നപ്പോൾ അവർക്കും പിന്തുണ കൊടുത്ത് ഭരിപ്പിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അവസാനം ജ്യോതിബാസു എന്ന് പറയുന്ന വലിയ നേതാവിനെ പ്രധാനമന്ത്രിയാക്കുമെങ്കിൽ അവർക്കും പിന്തുണ നൽകാൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്ന് പറയുന്നതിൽ ഒരു രാഷ്ട്രീയ വിശാലതയുണ്ട്. ഇവിടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒന്നുകിൽ നേരിട്ട് ഭരിച്ചു, അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികൾക്ക് സ്വാധീനമില്ലാത്ത മുഴുവൻ ഗവൺമെന്റുകൾക്കും പിന്തുണ കൊടുത്തു. 979 സംഘപരിവാർ ശക്തികൾക്ക് പിന്തുണയുള്ള ഗവൺമെന്റ് തകർന്നപ്പോൾ പിന്നീട് വന്ന ഗവൺമെന്റിന് സംഘപരിവാറുകളുടെ സ്വാധീനമില്ലാത്ത ഗവൺമെന്റുകൾക്ക് പിന്തുണ കൊടുത്ത് ഭരിപ്പിക്കാൻ എടുത്ത ധീരമായ നിലപാട് ഇന്ത്യയുടെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാടായിരുന്നു എന്ന് പറയുമ്പോ അതേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ അടിമത്തത്തിന്റെ പേരിൽ വിളിച്ചു പറയുന്നതല്ല. 989 ഇതേ സംഘപരിവാർ ശക്തികളുമായി ചേർന്ന് ഒരു ഭരണം ഇവിടെ പോയി. 90 ആ സർക്കാർ തകർന്നപ്പോ
പകരം വന്ന സർക്കാരിൽ സംഘപരിവാറിന് സ്വാധീനമില്ലെന്ന് കണ്ടപ്പോൾ അവർക്കും പിന്തുണ കൊടുത്ത് ഭരിപ്പിച്ചു. പിന്നീട് ഗുജറാത്ത് ഗവൺമെന്റിനും ദേവഗൌഡ ഗവൺമെന്റിനും പിന്തുണ കൊടുത്ത് ഭരിപ്പിക്കുമ്പോൾ ആ ഗവൺമെന്റിൽ സംഘപരിവാറിന്റെ സ്വാധീനമേ ഇല്ലായിരുന്നു. പിന്നീട് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ കൂടി പങ്കാളിത്തത്തോടുകൂടി ഇന്ത്യ ഭരിക്കുമ്പോഴും 2014 വരെ ഇന്ത്യ ഭരിക്കുമ്പോഴും അവിടെ സംഘപരിവാർ ശക്തികളുടെ സ്വാധീനം മാത്രം ഉണ്ടാവാൻ പാടില്ല എന്ന നിർബന്ധമാണ് അന്നത്തെ ഗവൺമെന്റുകളൊക്കെ സ്വാധീനിച്ചിരുന്നത്. പക്ഷേ ഇവിടെ വലിയ വായിൽ രാഷ്ട്രീയ പ്രമേയങ്ങളും പ്രബന്ധങ്ങളും ഒക്കെ അവതരിപ്പിക്കുമ്പോഴും പ്രായോഗികമായി വീക്ഷണത്തിൽ അബദ്ധങ്ങൾ കാണിക്കുന്നത് ഇന്ത്യയുടെ ആത്മാവിനെ പരിക്കേൽപ്പിക്കുമെന്ന വസ്തുത അത്തരം ആളുകൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ ആരാണ് ഹിന്ദു എന്ന പ്രസക്തമായ ചോദ്യം ഹൈന്ദവ സനാതന ധർമ്മങ്ങളിൽ ശത്രുതയുടെയോ അതുപോലെ തന്നെ കുടിപ്പകയുടെയോ ഒരു ലാഞ്ചന പോലും കാണാൻ കഴിയില്ല എന്നതിന്റെ തെളിവ് വിവേകാനന്ദ സ്വാമികൾ ലോകത്തുയർത്തിപ്പിടിച്ചിട്ടുള്ള മഹത്തായ സന്ദേശങ്ങളാണെങ്കിൽ ആ വിവേകാനന്ദ സ്വാമികളുടെ പടം തലകീഴായി പിടിച്ച് അദ്ദേഹത്തിന്റെ ആള് ഞങ്ങളാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങൾക്കിടയിൽ ജമ്മു കാശ്മീരിലെ കത്വ എന്ന് പറയുന്ന പ്രദേശത്തെ ക്ഷേത്രനടയിൽ 8 വയസ്സുകാരിയായ പിഞ്ചുകുട്ടി ഒരു ക്ഷേത്രനടയിൽ പിച്ചി ചിന്തി എറിയപ്പെട്ടത് ക്ഷേത്രാചാരങ്ങളോടും ക്ഷേത്രവിശ്വാസങ്ങളോടും തരിമ്പും താല്പര്യമില്ലാത്ത ഒരു കൂട്ടർ ക്ഷേത്രാചാരങ്ങളെ സമൂഹത്തിന് മുമ്പിൽ കപടമായി പൊക്കിപ്പിടിച്ച് നടക്കുന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ഇവിടെ ശബരിമല സന്നിധാനത്തേക്ക് ആരൊക്കെയാ വന്നത്? ഒരു കൂട്ടർ, ഒരു മതത്തിലും വിശ്വാസമില്ലാത്ത യുക്തിവാദികൾ. യുക്തിവാദികൾക്ക് ആരാധനാലയത്തിൽ എന്ത് കാര്യം? യുക്തിവാദികൾ മുസ്ലിം പള്ളികളിലേക്കും ക്രൈസ്തവ ചർച്ചകളിലേക്കും ഹൈന്ദവ ക്ഷേത്രങ്ങളിലേക്കും കടന്നു പോവേണ്ടവരല്ല. അവർ അതിനെതിരായി തെരുവിൽ ഘോരഘോരം പ്രസംഗിച്ച് യുക്തിവാദത്തിന് ആളുകളെ കൂട്ടേണ്ടവരാണ്. എന്നാൽ മതവിശ്വാസത്തോട് തരിമ്പും താല്പര്യമില്ലാത്തവർ അവർ ഇരുമുടിക്കെട്ടുമായി ഫാത്തിമ രഹന എന്ന പേരിൽ ശബരിമല സന്നിധാനത്തേക്ക് പോകുമ്പോ ഞങ്ങളാണ് ക്ഷേത്രത്തിന്റെ നടത്തിപ്പുകാരെന്ന് പറയുന്ന ചില ആളുകൾ ഇരുമുടിക്കെട്ടില്ലാതെ അവിടെ പോയി നിൽക്കുന്നു. ഇരുമുടിക്കെട്ടേയില്ല. വേറൊരു കൂട്ടർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസ് പിടിച്ചുകൊണ്ടുപോയപ്പോൾ അവിടെ വെച്ച് ഇരുമുടിക്കെട്ട് തറയിലിട്ട് ചവിട്ടുന്നു. ഒരു യഥാർത്ഥ ശബരിമല സന്നിധാനത്തെ ശബരിമല ശാസ്താവിന്റെ ഹൃദയത്തിൽ പേറുന്ന ഒരു വിശ്വാസിയുടെ ഭാഗത്തു നിന്ന് നടന്നുകൂടാൻ പറ്റാത്ത സംഭവങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ക്ഷേത്രനടയിൽ പിഞ്ചുബാലിക പിച്ചി ചീന്തുന്നതിന് യാതൊരു അറപ്പും വെറുപ്പുമില്ലാതെ കടന്നു വന്നവർ അവർ രാഷ്ട്രീയമായി ഈ രാജ്യത്തെ കയ്യിലൊതുക്കുന്നതിന് വേണ്ടിയുള്ള കേവലമായ ഒരു താൽക്കാലികമായ ഉപകരണം മാത്രമായി മതവിശ്വാസത്തെ കയ്യിലൊതുക്കാൻ നോക്കുമ്പോൾ അതിനെതിരായി അതിശക്തമായ സാമൂഹികവും മതപരവും ദാർശനികവും രാഷ്ട്രീയവുമായ ശാക്തീകരണം രാജ്യത്ത് കടന്നു വരേണ്ടതുണ്ട്. അതോടൊപ്പം ഞാൻ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചില കാര്യങ്ങൾ കേരളത്തിൽ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള വിസ്ഡം സുഹൃത്തുക്കൾക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ ഇവിടെ വിഷയാവതരണത്തിൽ കേരളത്തിന്റെ മാതൃക എന്ന് പറയുമ്പോൾ പറവൂരിലെ മാതൃകയെ പ്രിയപ്പെട്ട വിസ്ഡം സഹോദരങ്ങളെ എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിയുക? എന്തേ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ നിയമസഭയിൽ പറഞ്ഞത്? പറവൂരിലെ MLA വിഷയം ഉന്നയിച്ചപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ ഉറക്കെ പറയാൻ പാടുണ്ടോ എന്ന കാര്യം പറഞ്ഞ ആളുകൾ ചിന്തിക്കണമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭക്കകത്ത് പറഞ്ഞ വർത്തമാനം ഒരു ഭരണാധികാരിയുടെ പക്ഷത്തുനിന്നുണ്ടാവേണ്ടതല്ല. ഭരണാധികാരി രാജ്യത്ത് ഭരണഘടന അനുശാസിക്കുന്ന എന്റെ മതം വിശ്വസിക്കാൻ, എന്റെ മതം പ്രചരിപ്പിക്കാൻ, അതനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്നതാണ്. അത് നടത്തിക്കൊടുക്കേണ്ട ചുമതലയാണ് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്കുള്ളത്. അവിടെ പോലീസിന്റെ അടുത്ത് പോയി ഭീഷണിപ്പെടുത്തി ഞങ്ങൾ പറയുന്ന വകുപ്പുണ്ടാക്കി കേസെടുക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു വകുപ്പ് ഞങ്ങൾ കാണുന്നില്ല എന്ന് പറഞ്ഞ് പോലീസ് പിന്തിരിപ്പിക്കുമ്പോൾ അവിടെ സമരം ചെയ്ത് അവര് പറയുന്ന വകുപ്പിട്ട് കേസെടുക്കുമ്പോൾ ആരാണ് കേരളം ഭരിക്കുന്നത് എന്ന ചിന്ത ഇവിടെ ബാക്കിയാവുകയാണ്. അതോടൊപ്പം അങ്ങനെ അവര് നിർബന്ധിച്ച് സമരം ചെയ്ത് വകുപ്പിട്ട് കേസ് കോടതിയിൽ നിന്ന് ജഡ്ജി എടുത്ത് പിച്ച് ചിന്തി എറിഞ്ഞത് കേരളത്തിൽ ഏറെ പഴക്കമില്ലാത്ത ആഴ്ചകൾ മാസങ്ങൾ മാത്രം പഴക്കമുള്ള അനുഭവ യാഥാർത്ഥ്യമാണ്. ആരാണ് കേരളം ഭരിക്കുന്നത്?
കേരളവും അദൃശ്യമായി വർഗീയ ഫാഷിസം കയ്യിലൊതുക്കുന്നു എന്നതിന്റെ ചില ചിത്രങ്ങളായി, ചില ചലനങ്ങളായി. ഇത് പറഞ്ഞാൽ അത് എന്റെ സങ്കുചിത രാഷ്ട്രീയത്തിന്റെ ഒരു അവതരണമായി ആർക്കെങ്കിലും ഇവിടെ പറയാൻ കഴിയുമോ? ഇത് കേരളത്തിലെ നേരനുഭവങ്ങളാണ്. കേരളത്തിലെ നേരനുഭവങ്ങളാണ്. ക്ഷേത്രാചാരങ്ങളും പള്ളിയിലെ വിശ്വാസങ്ങളും ചർച്ചിലെ പ്രമാണങ്ങളുമൊക്കെ അതാത് വിശ്വാസികൾക്ക് വകവെച്ചു കൊടുക്കുകയും അവർക്കതിനുള്ള സ്വാതന്ത്ര്യം ഭരണഘടനാദത്തമാണ് എന്നതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ കാവൽക്കാരായി രാജ്യത്തിന്റെ ഭരണാധികാരികൾ മാറുകയും ചെയ്യേണ്ട സന്ദർഭത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ ഭരണഘടനാ തത്വങ്ങളെയും എല്ലാ ഭരണഘടനാ മൂല്യങ്ങളെയും ചവിട്ടിമതിച്ച് മുന്നോട്ട് പോകാൻ ഭരണകൂടത്തിന്റെ സകല ഉപകരണങ്ങളെയും കോടതിയെപ്പോലും ആ നിലക്ക് ദുഷ്ടമനസ്സോടുകൂടി ദുസ്വാധീനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്ത് നടക്കുമ്പോ നമ്മുടെ പിന്നാലെ പറക്കാനിരിക്കുന്ന കൊച്ചുമക്കളുടെ കണ്ണിൽ ഇരുട്ട് കയറാൻ സാഹചര്യം ഒരുക്കാത്ത വിധം ഈ രാജ്യത്തെ വരാനിരിക്കുന്ന തലമുറക്ക് കൈമാറേണ്ട ബാധ്യത ഇന്നലകളിൽ സ്വാതന്ത്ര്യ സമ്പാദന മാർഗങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത പടപൊരുതിയ മഹാരഥന്മാരായ ഇന്ത്യയുടെ ധീരപുത്രന്മാർ അവരുടെ പിൻഗാമികൾ എന്ന നിലയിൽ നമ്മുടേതാണ്. നമ്മുടെ പിന്നാലെ പറക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ശാശ്വതമായ ഒരു ഭൂമികയായി ഇതിനെ വിട്ടുകൊടുക്കുക എന്ന ചരിത്രപരമായ ഉത്തരവാദിത്തമാണ് നമ്മുടെ ഭാഗത്തുള്ളത്. ആ ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ ഘട്ടത്തിലേക്ക് രാഷ്ട്രീയ ശാക്തീകരണത്തിലൂടെ ഇന്ത്യയുടെ പവിത്രമായ ഭരണഘടന ലോകത്തിനു മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ഇന്ത്യയുടെ സവിശേഷമായ വിഷയവകരണത്തിലൂടെ സൂചിപ്പിച്ച യൂറോപ്യൻ മതേതരത്വമല്ല ഇന്ത്യയുടെ മതേതരത്വം. ഇന്ത്യയുടെ മതേതരത്വം സവിശേഷമായ മതേതരത്വമാണ്. ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനും ഏതെങ്കിലും മതത്തിലുമൊക്കെ വിശ്വസിക്കാനുമുള്ള രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന അവകാശം, അവകാശത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രയാണത്തിൽ ഒരു വഴിത്തിരിവായി തീരട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഈ മഹത്തായ പ്രവർത്തനങ്ങൾ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും.